ഇന്നത്തെ നമ്മുടെ ധ്യാനം 119 സങ്കീർത്തനം 3 വാക്യവും 4 വാക്യവും. അവർ നീതികേട് പ്രവർത്തിക്കാതെ ദൈവത്തിന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ച് തന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം 119 സങ്കീർത്തനത്തിൽ നിന്ന് ധ്യാനിച്ചത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ കാര്യം. അവർ അങ്ങനെ അന്വേഷിക്കുന്നവർ നീതികേട് പ്രവർത്തിക്കാതെ ദൈവത്തിന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. അങ്ങനെ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ കൃത്യമായിട്ട് ആചരിക്കണം. അങ്ങനെ കൃത്യമായിട്ട് ആചരിക്കേണ്ടതിനാണ് ദൈവം അവയെ കൽപ്പിച്ച് തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം എന്തിനാണ്? നമ്മളിപ്പോ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പല പുസ്തകങ്ങളും നമ്മൾ അനുസരിക്കാനല്ല, പഠിക്കാൻ അല്ലേ? നമ്മളിങ്ങനെ ജീവിതകാലം മുഴുവൻ പഠിക്കുന്നുണ്ട് പല കാര്യം, പക്ഷെ അതൊന്നും അനുസരിക്കാനുള്ളതല്ല. എന്നാൽ ബൈബിൾ, ദൈവത്തിന്റെ വചനം എന്തിനാണ്? നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടത് നീ അവയെ കൽപ്പിച്ച് തന്നിരിക്കും. അങ്ങനെ കൃത്യമായി ആചരിക്കാനായിട്ട് കൽപ്പിച്ചു തന്ന വചനം ആചരിക്കുന്നവരാണ് നീതികേട് പ്രവർത്തിക്കാതെ ദൈവ വഴികളിൽ നടക്കുക. അപ്പം ദൈവ വഴിയിൽ നടക്കാൻ ദൈവ വചനത്തിൻ്റെ പ്രമാണം ആവശ്യമാണ്. ദൈവവചനത്തെ ധ്യാനിക്കുന്നവന് ദൈവ വഴി വെളിപ്പെടും. ഇവിടെ കൃത്യമായ എന്ന വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം കൃത്യതയുള്ള ദൈവമാണ്. വളരെ ചടക്കത്തിന്റെ പ്രമാണമാണ് ബൈബിൾ. സ്ട്രെയിറ്റ് ആണ്. അതിനകത്തൊരു ചെറിയ വളവ് പോലും അനുവദിച്ചിട്ടില്ല. ജോഷുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നത്, ഈ പ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പാടില്ല. അപ്പൊ എത്ര മഹത്തായ പ്രമാണമാണ് തിരുവചനം എന്ന് നോക്കുക. അതിനെ കൃത്യമായിട്ട് ആചരിക്കണം. കുറച്ചൊക്കെ ആചരിക്കുകയും പിന്നെ ഉഴപ്പുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. കൃത്യമായി ആചരിച്ചാൽ കൃത്യമായ ഫലമുണ്ട്. ഈ മെഡിസിൻസ് ഒക്കെ തരുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ ഒരു കൃത്യ ടൈം പറയുന്നു, കൃത്യ അളവും പറയുന്നു. 40 mg, 50 mg, 25 mg എന്നൊക്കെ പറയുന്ന ആ അളവ് കുറയരുത്, കൂടരുത്. അതിൻ്റെ കൃത്യതയുണ്ട് കഴിക്കാൻ. അങ്ങനെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതുണ്ട്, ഭക്ഷണം കഴിഞ്ഞ് കഴിക്കേണ്ടതുണ്ട്, അത്താഴം ബെഡിലേക്ക് പോകുന്ന സമയത്ത് കഴിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം കൃത്യമായിട്ട് കഴിച്ചാലേ കൃത്യമായിട്ട് പ്രയോജനം കിട്ടും. ദൈവവചനത്തെ കൃത്യമായിട്ട് ആചരിക്കാനാണ് ദൈവം അതിനെ കൽപ്പിച്ച്
തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം എന്തിനാണെന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് ഓർക്കാം. ഞാൻ ഉദാഹരണം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. ഒരു വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ആ വീട്ടിലെ അമ്മച്ചി എന്നോട് വർത്താനം പറയാൻ ഇറങ്ങി വന്നു, ഫ്രണ്ടിലേക്ക് വന്നു, എന്നെ അകത്ത് കൊണ്ടുവന്ന് ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മരുമകളും വന്നു. പെട്ടെന്ന് അമ്മച്ചി ചോദിക്കുകയാണ്, കുഞ്ഞെവിടെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടിയുണ്ടാവും. അപ്പം അതിനെ ഇട്ടിട്ട് ഈ മരുമകൾ വന്നതിനാ ചോദിച്ചു. അപ്പം മരുമകൾ പറഞ്ഞു, കുട്ടി കട്ടിലേൽ കിടപ്പുണ്ട്. അയ്യോ, ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ മോള് പറയുക, അല്ല, ബൈബിൾ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരിട്ട് കേട്ടതാണ്, സെക്കൻഡ് ഹാൻഡ് അല്ല, വായിച്ചറിവല്ല, നേരിട്ട് കേട്ടതാണ്. എനിക്കത് ഇതിനു മുമ്പ് പരിചയമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഞാനൊന്ന് ഞെട്ടി. അപ്പോൾ കുട്ടി ഒറ്റയ്ക്കാണോ? അല്ല, ബൈബിൾ വെച്ചിട്ടുണ്ട്. നല്ല മനുഷ്യരല്ലേ, നിഷ്കളങ്കരായ മനുഷ്യരാ. പക്ഷെ അവർക്ക് ആ വിഷയത്തിലുള്ള അറിവ് കേട് കണ്ടോ? വചനം അവർക്കറിയാമെങ്കിലും വേണ്ടതുപോലെ അറിയില്ല. അതുകൊണ്ട് വചനത്തിൻ്റെ ഉപയോഗം മനസ്സിലാക്കി ഒന്നുകൂടെ കൃത്യതയോടെ പ്രമാണിക്കാം. ഗോഡ് ബ്ലസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.